ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് ജിആറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗം 1-ലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഭൂമി. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ആദ്യമേ കൊടുത്തിരിക്കുന്നത് ഭൂമി അതുണ്ടായത് എങ്ങനെയാണ് എന്ന ഒരു ആത്മകഥമാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെ എല്ലാമെല്ലാം. അപ്പം ഭൂമി എന്താണ് പറയുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഭൂമി. പിന്നെ നിരന്തരം പെയ്ത മഴയിൽ ഭൂമി തണുക്കുകയും പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെന്താ പറയുന്നത്? സൗരയൂഥ ഗ്രഹങ്ങളിൽ ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. പിന്നെ ഭൂമിയിൽ എന്തുണ്ട്? നമുക്ക് ശ്വസിക്കാൻ വേണ്ട വായു, അതുപോലെ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായിട്ടുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ്, ഇവയെല്ലാം കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം. ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുന്നുണ്ടോ? നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച ഏകദേശം 12 കിലോമീറ്റർ ആണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അത് ഇമ്പോർട്ടൻ്റ് ആണേ. ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഏകദേശം 6371 കിലോമീറ്റർ ആണ്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അവ എങ്ങനെയെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയെല്ലാമാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? 1. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്നാണ്. അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വസ്തുക്കൾ പരിശോധിച്ച് നമുക്ക് ഭൂമിക്കുള്ളിലെ എന്തെല്ലാമാണ് ഭൂമിക്കുള്ളിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2. ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ. പിന്നെ പല പല വസ്തുക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഖനനം നടത്താറുണ്ട്. ആ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് ഭൂമിയുടെ ഉള്ളറയെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. 3. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നും. ഭൂകമ്പം നടക്കുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഭൂമിയുടെ ഘടനയാണ് അടുത്തത്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് എന്ത്? ഭൂവൽക്കം. അതിനുള്ളിലേക്ക് പോകുമ്പോൾ എന്താണ് അടുത്ത ഭാഗം? രണ്ടാമത്തെ ഭാഗം മാൻഡിൽ. ഉള്ളിൽ എന്താണ്? പുറംകാമ്പ്. ഏറ്റവും അകത്തായി എന്തുണ്ട്? അകംകാമ്പ്. നമുക്ക് നോക്കാം. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണെന്ത്? ഭൂവൽക്കം. നമുക്ക് നോക്കാം ഓരോ പാളികളായി. ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. അപ്പം ഏറ്റവും പുറമേ ഉള്ളതും അതുപോലെ ബാക്കിയുള്ളവയെ അപേക്ഷിച്ച് താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കം
എങ്ങനെയുള്ള പാളിയാണ്? ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ പാളിയാണ്. ഭൂവൽക്കത്തിന് വൻകരാ ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഈ ഭൂവൽക്കത്തിന് തന്നെ എന്തുണ്ട്? വൻകരാ ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും എന്തുണ്ട്? 2 ഭാഗങ്ങളുണ്ട്. വൻകരാ ഭൂവൽക്കത്തിന് കനം കൂടുതൽ. വൻകരാ ഭൂവൽക്കത്തിനാണ് എന്ത് കൂടുതൽ? കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. അപ്പോൾ വൻകരാ ഭൂവൽക്കത്തിന്റെ കനം എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. വൻകരാ ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. ഇനി വൻകരാ ഭൂവൽക്കത്തിന് തന്നെ പർവ്വത പ്രദേശമാകുമ്പോൾ അതിനെന്തുണ്ട്? 70 കിലോമീറ്ററോളം കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം. അപ്പം എന്താണ്? സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമുക്ക്? വൻകരാ ഭൂവൽക്കത്തിനാണ് സമുദ്ര ഭൂവൽക്കത്തിനെക്കാട്ടിലും കനം കൂടുതൽ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള താരതമ്യേന നേർത്തമായ പാളിയാണെന്ത്? ക്രസ്റ്റ്. ഇത്രയാണ് ക്രസ്റ്റിനെ കുറിച്ച്, ഭൂവൽക്കത്തെക്കുറിച്ച് ഉള്ളത്. രണ്ടാമത്തെ പാളിയാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. ഭൂവൽക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്രസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണെന്ത്? മാൻഡിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ക്രസ്റ്റ് എന്തായിരുന്നു? നേർത്ത പാളിയായിരുന്നു. പക്ഷേ മാൻഡിൽ എങ്ങനെയാണ്? താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. മാൻഡിൽ എത്രത്തോളമാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഏകദേശം 2900 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം, ലിഥോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം, ലിഥോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അസ്തനോസ്ഫിയർ എന്താണ്? ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? ഉരുകി അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഭാഗമാണെന്ത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പോൾ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ്. അപ്പം മാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മാൻഡിലിനെ കുറിച്ച് പറയുന്നത്? ഭൂവൽക്കത്തിനെക്കാട്ടിലും എന്താണ്? കനം കൂടുതലുള്ള ഭാഗമാണ്. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ഇനി ഈ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം എന്താണ്? അസ്തനോസ്ഫിയർ ആണ്. ഇനി അസ്തനോസ്ഫിയറിന് താഴെ എങ്ങനെയാണ്? താഴെയുള്ള ഭാഗം അത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി ഏറ്റവും ഉൾഭാഗത്തെ ഉള്ള ഭാഗമാണെന്ത്? കാമ്പ്. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറം കാമ്പ്, അകംകാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. കാമ്പിനെ തന്നെ 2ആയി തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിട്ടാണ്? പുറം കാമ്പെന്നും അകംകാമ്പെന്നും. പുറം കാമ്പ് ദ്രാവകാവസ്ഥയിലും അകംകാമ്പ് ഖരാവസ്ഥയിലുമാണ്. പുറം കാമ്പ് എങ്ങനെയാണ്? ദ്രാവകാവസ്ഥയിലും അകംകാമ്പോ ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അപ്പോൾ കാമ്പ് എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്? നിക്കലും അതുപോലെ അയണും, ഇരുമ്പും നിക്കലും ചേർന്നാണ്, എന്ന ലോഹങ്ങൾ ചേർന്നാണ് എന്തുണ്ടായേക്കുന്നത്? കാമ്പ് ഉണ്ടായേക്കുന്നത്. അതിനാൽ കാമ്പിനെ നിഫേ എന്നും പേരുണ്ട്. നിക്കലും അയണും തമ്മിൽ ചേർന്ന ഭാഗമാണെന്ത്? കാമ്പ്. അതുകൊണ്ട് തന്നെ കാമ്പിനെ എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? നിഫേ എന്നും അറിയപ്പെടുന്നുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് നമ്മൾ തുടക്ക ഭാഗത്ത് പറഞ്ഞിരുന്നു. അകക്കാമ്പിലെ ചൂട് എത്രയാണ്? ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നന്നായി ഈ ഭാഗം പഠിക്കുക. അടുത്തത് നമുക്ക്
ഭൂമിയുടെ അന്തരീക്ഷമാണ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത്. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകൂടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവുമുണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ എന്തൊക്കെയാണെന്നും അവ എത്ര അളവിൽ കാണപ്പെടുന്നുവെന്നും നമുക്ക് നോക്കാം. ഇവിടെ ഭൂമിയിൽ അന്തരീക്ഷം എങ്ങനെയുണ്ടായെന്നാണ് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് ഉണ്ടായത്? കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. പിന്നെന്ത് ചെയ്തു? സാവധാനം തണുത്തു. ഈ പ്രക്രിയയുടെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ക്രമേണ എന്ത് ചെയ്തു? ഈ വാതകങ്ങൾ എല്ലാം ഒരാവരണമായി ഭൂമിക്ക് പുറത്ത് എന്ത് ചെയ്യുന്നു? ഒരു അന്തരീക്ഷം പോലെ, ഒരു പുതപ്പ് പോലെ എന്ത് ചെയ്തു? ഉണ്ടായി മാറി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അന്തരീക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അന്തരീക്ഷത്തിലെ ഓരോ വാതകങ്ങളും അവ എത്ര അളവിൽ കാണപ്പെടുന്നുവെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷ സംരചന, കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷവായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറയുന്നത്? ആകെ അന്തരീക്ഷവായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഉയരം കൂടുമ്പോൾ എന്ത് സംഭവിക്കുവാണ്? വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡും ഓക്സിജനുമാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ. അടുത്തത് നോക്കിക്കേ, നൈട്രജൻ അന്തരീക്ഷത്തിൽ 78% കാണപ്പെടുന്നു. ഓക്സിജൻ 21% കാണപ്പെടുന്നു. ബാക്കി മറ്റു വാതകങ്ങളാണ് 1% കാണപ്പെടുന്നത്. അത് ഏതൊക്കെയാണ്? ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റൺ, സിനോൺ, ഹൈഡ്രജൻ. നമുക്ക് ബാക്കി നോക്കാം. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം എവിടെ വരെയുള്ളൂ? ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമാണ് ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. അടുത്തത് വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. അന്തരീക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്തെല്ലാം? പൊടിപടലങ്ങളും അതുപോലെ തന്നെ ജലതന്മാത്രകളും. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണമർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഘനീകരണമർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ എന്നറിയപ്പെടുന്നത് എന്താണ്? നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളുണ്ട്, ആ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഘനീകരണമർമ്മങ്ങൾ
ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണത്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ, കാറ്റ് വീശുമ്പോൾ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ, പിന്നെ അഗ്നിപർവ്വതത്തിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം, ഇവയിൽ നിന്നെല്ലാമാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തിച്ചേരുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്തുന്നു എന്ന് നോക്കാം. എങ്ങനെയെല്ലാമാണ്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട് അന്തരീക്ഷം. ഇനി നമുക്ക് ഈ അന്തരീക്ഷ മലിനീകരണമാണ്, കണ്ടോ ഈ കൊടുത്തിരിക്കുന്നത്. ഈ അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്നുണ്ട്? പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നത് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷ മലിനീകരണം സംഭവിക്കുന്നുണ്ട്. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയിൽ മാറ്റം വരുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതിനെയാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അന്തരീക്ഷ മലിനീകരണം നടക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് അമ്ലമഴ. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. മഴവെള്ളത്തിൻ്റെ pH എത്രയിൽ കുറവായിരിക്കണം? 5-ൽ കുറവാകുമ്പോൾ നമ്മൾ അതിനെ എന്തെന്നായി കണക്കാക്കും? അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 അപ്പം എന്താണ് അമ്ലമഴ? pH മൂല്യം, മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5-ൽ കുറവാണെങ്കിലാണ് നമ്മൾ അതിനെ അമ്ലമഴയായി കണക്കാക്കുന്നത്. ഈ അമ്ലമഴയ്ക്ക് കാരണം എന്താണ്? കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, അതുപോലെ ഡീസൽ ഇവയൊക്കെ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഈ വാതകങ്ങളൊക്കെ അന്തരീക്ഷത്തിലെത്തുന്നു. പിന്നെ മഴ പെയ്യുമ്പോഴെന്ത് സംഭവിക്കുന്നു? മഴവെള്ളത്തോടൊപ്പം ഈ വാതകങ്ങൾ കലർന്നിട്ട് അങ്ങനെ അതെന്തായി മാറുന്നു? ആസിഡ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് ആസിഡ് റെയിൻ ഫോം ചെയ്യുന്നത്, അമ്ലമഴ ഉണ്ടാകുന്നത്. അടുത്തതാണ് പുകമഞ്ഞ്, സ്മോഗ്. പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. അപ്പം സ്മോക്കും ഫോഗും ചേർന്നാണ്, സ്മോക്കും അതുപോലെ ഫോഗും ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്മോഗ് ഫോം ചെയ്യുന്നത്, പുകമഞ്ഞുണ്ടാകുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായു മലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഹൃദ്രോഗവും ശ്വാസകോശ രോഗങ്ങൾ, പക്ഷാഘാതം ഇവയൊക്കെ എന്താണ്? ഈ പുകമഞ്ഞ്, സ്മോഗ് കാരണം ഉണ്ടാകുന്നുണ്ട്. ഈ മലിനമാക്കപ്പെട്ട വായു ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഈ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി പല മാർഗങ്ങളാണ് പരിഹരിക്കാനായിട്ടുള്ള പല മാർഗങ്ങളാണ് എന്ത്? ചെടികളെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ എന്താണ് സോളാർ പാനൽസ് സ്ഥാപിക്കുക, അതുപോലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, ഇതെല്ലാം ആണ്. ഇനി അന്തരീക്ഷത്തിൻ്റെ ഘടന നമുക്ക് നോക്കാം. ഓരോരോ ലെയേഴ്സ് ആണ്. അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിട്ടുണ്ട്. താപ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഗീകരണം. അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? താപ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 പാളികളായി തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. നമുക്ക് ഓരോ പാളികളായി നോക്കാം. ട്രോപ്പോസ്ഫിയർ ആണ് ആദ്യം.
അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. അപ്പം ട്രോപ്പോസ്ഫിയറിൻ്റെ ദൂരം അത് എത്ര ദൂരമുണ്ടെന്ന് പഠിക്കണം. ഉയരം എത്ര ദൂരമാണ് നോക്കിക്കേ. ട്രോപ്പോസ്ഫിയർ 13 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ ഉയരം ഉള്ളത്. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ധ്രുവപ്രദേശത്തോ 8 കിലോമീറ്റർ ആണ് ഉയരം ഉണ്ടാകുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉയരമുണ്ട്. അപ്പം ശരാശരി ഭൗമോപരിതലത്തിൽ നിന്നും ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എത്രയാണ്? 13 കിലോമീറ്റർ ആണ്. പക്ഷെ ധ്രുവപ്രദേശത്ത് എത്രയാണ്? 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററുമാണ് ഉയരം. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഈ 18 കിലോമീറ്റർ ഉയരം കാണിക്കുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് എന്ത് സംഭവിക്കുന്നത്? ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉയരത്തിൽ ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. പാളിയുടെ സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആണ്. പൊടിപടലങ്ങളും ജലബാഷ്പങ്ങളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. കൂടാതെ മേഘരൂപീകരണം ഇമ്പോർട്ടൻ്റ് ആണ്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ക്രമമായ താപനഷ്ട നിരക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ഈ ക്രമമായ താപനഷ്ട നിരക്ക് കാണുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപം കുറയുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രമമായ താപനഷ്ട നിരക്ക്. ഇതെവിടെയാണ് സംഭവിക്കുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. അപ്പം സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഉയരം എത്രയാണ്? ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ താപം എങ്ങനെയാണ്? ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കും. ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. ഇത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഇത് ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. ഓസോണിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ രക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അപ്പം അൾട്രാവയലറ്റ് റേസിനെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ആരാണ്? അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാകുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെല്ലാം ദോഷങ്ങളാണ്? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇവയെല്ലാമാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ നേരിട്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ദോഷങ്ങളാണ്.
ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഓരോ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നുണ്ട്. പിന്നെന്താണ്, ആ ദിവസം തന്നെ ജനങ്ങളിൽ ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ ആളുകളിൽ അവബോധം ഉണ്ടാക്കുകയാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത. അടുത്ത പാളിയാണ്, അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഈ പാളിയിലും ഉയരം കൂടും തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഈ പാളിയിൽ എങ്ങനെയാണ് ഉയരം കുറയും തോറും താപം കുറയുന്ന പ്രതിഭാസം കാണിക്കുന്നുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100°C വരെ എത്തുന്നു. ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? താപനില -100°C വരെ താഴുകയാണ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. അടുത്തതാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. അപ്പോൾ മീസോസ്ഫിയറിൻ്റെ ഉയരം എത്രയാണ്? 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയരം കൂടും തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൽ താപനില എങ്ങനെയാണ്? ഉയരം കൂടും തോറും താപനില കൂടി വരികയാണ് ചെയ്യുന്നത്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ എന്തെന്നാണ് വിളിക്കുന്നത്? അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അയണോസ്ഫിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങി തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അന്തരീക്ഷത്തിൽ ഈ 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റും അതുപോലെ എക്സ്റേ തുടങ്ങിയ തീവ്രമായ സൂക്ഷ്മരശ്മികൾ എന്ത് ചെയ്യുന്നുണ്ട്? വാതകങ്ങളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ രാസപ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. ആ പ്രക്രിയ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അയോണീകരണം. അങ്ങനെ ഉണ്ടാകുന്ന, അത് നടക്കുന്ന മണ്ഡലത്തെ വിളിക്കുന്ന പേരാണെന്ത്? അയണോസ്ഫിയർ എന്നും. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയറിൻ്റെ തെർമോസ്ഫിയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണെന്ത്? അയണോസ്ഫിയർ എന്ന് പറയുന്നത് താഴ്ന്ന ഭാഗത്താണ്. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അയണോസ്ഫിയറിലാണ് എന്ത് നടക്കുന്നത്? റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത്. അടുത്തതാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. എക്സോസ്ഫിയർ എങ്ങനെയാണ്? അവിടെ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് എന്തായി മാറുകയാണ്? ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്ന പാളിയാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്തിലുള്ളത്. ഭൂമിയുടെ ഉള്ളിലെ ലെയേഴ്സിനെ കുറിച്ചും അതുപോലെ അന്തരീക്ഷത്തിൻ്റെ, അറ്റ്മോസ്ഫിയറിൻ്റെ വിവിധ ലെയേഴ്സും ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ ഒരുപാട്
PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്